നമ്മുടെ ഇത് എപ്പിസോഡ് 2 ആണ്. എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുന്നത്. അതപ്പം തുടങ്ങാം. അടുത്ത ക്വസ്റ്റ്യൻ മാർച്ച് 2023. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. 25 ഡിഗ്രി ഇസ് ഈക്വൽ ടു ഡാഷ്. ഇത് ഡാഷ് കണ്ടാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റേഡിയനിലുള്ള മെഷർ എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഡിഗ്രി റേഡിയനിലേക്ക് മാറ്റാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ? റേഡിയൻ ഇസ് ഈക്വൽ ടു ഡിഗ്രി മെഷർ ഇൻറ്റു പൈ ബൈ 180. എന്തുകൊണ്ടാ? ഈ റേഡിയൻ ഒരു പൈ വേണം എന്ന് ചിന്തിച്ചാൽ മതി. അപ്പൊ റേഡിയൻ ഇസ് ഈക്വൽ ടു ആണെങ്കിൽ ഇവിടെ പൈ മുകളിലായിരിക്കും. ഇത്രയും ഓക്കെ. അപ്പം ഡിഗ്രി എന്ന് പറഞ്ഞാൽ 25 ഇൻറ്റു പൈ ബൈ 180 കാൽക്കുലേറ്റ് ചെയ്താൽ പോരെ. പൈയുടെ വാല്യൂ ആണെങ്കിൽ ഇടാം, അല്ലെങ്കിൽ പൈയിൽ തന്നെ ആൻസർ പ്രസന്റ് ചെയ്യാം നമുക്ക്. അപ്പം ഇത് 5 കൊണ്ട് വെട്ടിയാണ് 5. ഇവിടെ വന്നിട്ട് 336. അപ്പം 5 പൈ ബൈ 36. ഇതാണ് നമ്മുടെ റേഡിയൻ മെഷർ. ഈ വർഷം ചോദിച്ച അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് സൈൻ 15 നമുക്ക് ഇങ്ങനെ എഴുതാം. സൈൻ 15 is equal to സൈൻ 45 minus 30 സൈൻ എക്സ് മൈനസ് വൈയുടെ ഫോർമുല സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ. അപ്പം സൈൻ 45 കോസ് 30 മൈനസ് കോസ് 45 സൈൻ 30. കോസ് 45 എന്ന് പറയുമ്പോൾ 1/√2 ഇൻറ്റു സൈൻ 30 എന്ന് പറയുമ്പോഴത്തേക്കും 1/2 മൈനസ് കോസ് 45 എന്ന് പറയുമ്പോഴത്തേക്കും 1/√2 സൈൻ 30 എന്ന് പറയുമ്പോഴത്തേക്കും കോസ് 30 √3/2 കേട്ടോ. അപ്പം √3/2√2 മൈനസ് 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2√2 താഴെ മുകളിൽ √3 മൈനസ് 1. ഇതാണ് ഈ വർഷത്തെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്നിങ്ങനെയാണ്. പ്രൂവ് ദാറ്റ് സൈൻ 3x പ്ലസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ cos 3x plus cos x is equal to tan 3x. നമ്മൾ ചെയ്തിട്ടുണ്ടോ ഇല്ലാന്ന് നോക്കാം. അപ്പോൾ LHS sin 3x plus sin 3x plus x by 2 into cos 3x minus x by 2. ഡിനോമിനേറ്റർ കോസ് എക്സ് മൈനസ് കോസ് വൈ കോസ് എക്സ് പ്ലസ് കോസ് വൈ എന്ന് പറയുമ്പോൾ 2 കോസ് 3x പ്ലസ് എക്സ് ബൈ 2 കോസ് 3x മൈനസ് എക്സ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 സൈൻ 4x ബൈ 2 2x കോസ് 2x ബൈ 2 കോസ് എക്സ് ഡിവൈഡഡ് ബൈ 2 കോസ് 2x കോസ് എക്സ്. 2 ഇതും ക്യാൻസൽ ചെയ്തിട്ട് tan 2x ഇങ്ങോട്ട് RX. ഓക്കെ. ഒക്ടോബർ 22, അതായത് നമ്മുടെ ഈ 2022 ഇംപ്രൂവ്മെന്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇഫ് cos x is equal to minus 3/5 x in third quadrant. X in third quadrant. Find sin x, tan x, sec x. നമ്മളിത് ചെറിയ ക്ലാസ്സിൽ പഠിച്ച നമ്മുടെ ട്രയാങ്കിളിന്റെ സൈഡ്സ് വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം cos x തേർഡ് ക്വാഡ്രന്റിലാണ്. തേർഡ് ക്വാഡ്രന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ tan x ഉള്ളിൽ പോസിറ്റീവ്, sin x ഉം sec x ഉം നെഗറ്റീവ്. ഓക്കെ. അപ്പൊ നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കുന്നതാണ്. നമ്മൾ ട്രിപ്ലെറ്റ്സിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ, ട്രയാങ്കിളിന്റെ 3 ട്രിപ്ലെറ്റ്സ്. ഇത് cos x എന്ന് പറഞ്ഞാൽ നമുക്കറിയാം cos x is equal to ഇതാണ് x എങ്കിൽ cos x is equal to adjacent divided by hypotenuse. 3/5 ആണ് പറയുന്നത്. അപ്പൊ adjacent 3, hypotenuse 5. ഇവിടെ എത്ര വരും? That is equal to root of 5 square minus 3 square, that is 4. അപ്പോൾ ഇവിടെ 4.
ഇനി നമുക്ക് സൈൻ എക്സ് എഴുതിക്കൂടെ? സൈൻ എക്സ് ക്വാർട്ടറിന്റെ 5/3 ആയതുകൊണ്ട് സൈൻ എക്സ് മൈനസ് ആണ്. -4/5. ടാൻ എക്സ് പ്ലസ് ആണ്. തേർഡ് ക്വാർട്ടറിൽ ടാൻ എക്സ് പ്ലസ് ആണ്. അത് ടാൻ എക്സ് ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസ്റ്റന്റ്, ഇറ്റ് ഈസ് 4/3. ക്ലിയർ ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. പ്രൂവ് ദാറ്റ് sin 5x plus sin 3x divided by cos 5x plus cos 3x is equal to tan 4x. ഗണിതപൂർവ്വ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്പേഴ്സ് മാത്രമേ ഇവിടെ മാറ്റുള്ളൂ. മക്കൾ കൂടെ ചെയ്തു പോകട്ടോ. അപ്പം sin 5x plus sin 3x എന്ന് പറയുമ്പോഴത്തേക്കും 2 sin 5x plus 3x by 2 LHS ആണ്. LHS equal to into cos 5x minus 3x by 2 divided by cos 5x ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെത് 2 cos 5x plus 3x by 2 cos 5x minus 3x by 2. That is equal to 2 sin 8x 4x into cos 2x by 2x divided by 2 cos 4x into cos x. Cancel ആയിട്ട് നമുക്ക് കിട്ടുന്നത് cos 4x sin 4x divided by cos 4x is equal to tan 4x is equal to R. അടുത്തപ്പോൾ ഒക്ടോബറിലെ കണക്ക് കംപ്ലീറ്റ് ആയി. ഇനി മാർച്ച് 2022. മാർച്ചിലും സിമിലർ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് എ നമ്മൾ ചെയ്തതാണ്. 25 ഡിഗ്രി ഈസ് ഈക്വൽ ടു ഡാഷ് റേഡിയൻ നമ്മൾ കണ്ടുപിടിച്ചതാണ് അല്ലേ? കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തതാ. അടുത്തത് ബി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ടാൻ എക്സ് ഈസ് ഈക്വൽ ടു 5/12 and x in third quadrant. Find sin x, cos x. നമ്മൾ എന്താ ചെയ്തത്? തേർഡ് ക്വാർട്ടറിലാണ് ടാൻ പോസിറ്റീവ് ആണ്, ബാക്കി രണ്ട് സൈനും കോസും നെഗറ്റീവ് ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന റിസൾട്ട് നെഗറ്റീവിലായിരിക്കണം. ഓക്കെ, എന്നിട്ട് ട്രയാങ്കിൾ വരയ്ക്കുക. ഇത് ട്രിപ്ലെറ്റ്സിന്റെ ഇതല്ലേ, അതായത് ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസ്റ്റന്റ്. ഓപ്പോസിറ്റ് 5 എക്സ് ആണെങ്കിൽ ഇത് 12 is equal to root of 5 square plus 12 square, root of 25 plus 144, that is root of 169, that is equal to 10. Okay, അപ്പം sin x is equal to opposite by hypotenuse, minus ഉണ്ട് 5/30. cos x is equal to minus ഉണ്ട് പിന്നെ base 12/30. അടുത്ത ക്വസ്റ്റ്യൻ സെയിം ഇയറിലെ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിലെ സെയിം. അടുത്ത ക്വസ്റ്റ്യൻ cos that cos 9x minus cos 5x divided by sin 17x minus sin 3x is equal to sin square to sin 2x divided by cos 10x. അപ്പോൾ cos a minus cos b, cos x minus cos y, അതിന്റെ ഫോർമുല എങ്ങനെയാണ്? LHS is equal to cos 9x minus cos 5x divided by sin 17x minus sin 3x. Cos a minus cos b എന്ന് പറഞ്ഞാൽ minus 2 sin 9x plus 5x divided by 2 sin 9x minus 5x by 2. The whole thing divided by sin x minus sin dy എന്ന് പറഞ്ഞാൽ 2 cos 17x plus 3x divided by 2 sin 17x minus 3x divided by 2. 2 cancel out is equal to minus sin
ഇത് 14/2 7x ഇൻറ്റു ഇത് 4x 4/2 2x sin 2x divided by cos 20 10x into sin 14 7x. ക്വസ്റ്റ്യൻ ഒരു മൈനസ് ഉണ്ടാവണം. ഓക്കെ, ഇതും ക്യാൻസൽ ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് sin 2x ഡിവൈഡഡ് ബൈ cos 10x. ഇപ്പം എൻ്റെ മക്കൾക്ക് മനസ്സിലായില്ല. മിക്കവാറും ചോദിക്കുന്നത് പ്രൂഫായിരിക്കും. ഇത് 2 മാർക്കിന് 3 മാർക്കിന് പ്രൂഫ് ചോദിക്കും. അത് നമ്മൾ പഠിച്ചിട്ടുള്ള ഫോർമുല. അടുത്തത് ഇംപ്രൂവ്മെന്റ് 2023 ക്വസ്റ്റ്യൻസ്. കൺവേർട്ട് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. കൺവേർട്ട് 2π/5 rad into ഡിഗ്രി. ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഡിഗ്രി ഈസ് ഈക്വൽ ടു, ഈ ഫോർമുല അറിയാലോ, ഡിഗ്രി ഈസ് ഈക്വൽ ടു റാഡ് ഇൻറ്റു 180/5. ദാറ്റ് ഈസ് ഈക്വൽ ടു റാഡ് എന്ന് പറഞ്ഞാൽ 2π/5 ഇൻറ്റു 180/5. പൈയും പൈയും ക്യാൻസൽ ചെയ്യും. ഇത് രണ്ടും കൂടെ 36, ദാറ്റ് ഈസ് 72 ഡിഗ്രി. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഈ സെയിം തന്നെ, ഇതിൽ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. sin x is equal to 3/5. x in second quadrant. Find cos x, sec x, tan x. സെക്കൻഡ് ക്വാർട്ടറിലായതുകൊണ്ട് സൈൻ മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. അപ്പോൾ കിട്ടുന്ന റിസൾട്ട് എല്ലാം മൈനസ് ആയിരിക്കും. എന്നിട്ട് ട്രയാങ്കിൾ വരയ്ക്കുക, ട്രിപ്ലെറ്റ് കണ്ടുപിടിക്കുക. ട്രയാങ്കിൾ വരയ്ക്കുമ്പോഴത്തേക്ക് ഇത് എക്സ് ആണ്. സൈൻ എക്സ് 3/5 ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോറ്റൻയൂസ്. അപ്പോൾ ഇവിടെ വരുന്നത് 4 അല്ല, √5² - 9² 3² ദാറ്റ് ഈസ് 4. അപ്പം നമ്മുടെ cos x എങ്ങനെ കിട്ടും? cos x is equal to 4/5. sec x is equal to 1/cos x ആണ് sec x. അപ്പം 5/4. then tan x is equal to, എല്ലാം മൈനസ് ആണ്, മൈനസ് tan x is equal to 3/4 മൈനസ്. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യനിൽ ഒരു 3 പ്രൂഫ്, 3 ഒരേപോലുള്ള പ്രൂഫാണ്. അല്ല, 2 പ്രൂഫും ഒരു ഇവാലുവേഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് cos x plus y plus cos, ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇറ്റ്സ് ഈക്വൽ ടു 2 cos x cos y. സിംപ്ലി ഫോർമുല അപ്ലൈ ചെയ്യുക. cos x plus y എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം cos x cos y, ഇവിടെ പ്ലസ് ആയത് മൈനസ് sin x sin y, പിന്നെ ഇതോ പ്ലസ് cos x cos y പ്ലസ് sin x sin y. LHS ആണ് മക്കളെ, LHS. ഇതും ക്യാൻസൽ ആയി പോകും. പിന്നെ 2 cos x cos y equal to RHS. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ സിമിലർ ആണ്. നിൽക്കുന്നതിൽ ഇതേപോലെ തന്നെ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ റിസൾട്ട് അപ്ലൈ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. cos 5/4 plus x plus cos 5/4 minus x equal to √2 cos x. LHS എടുക്കുക. cos 5/4 plus cos x minus cos sin 5/4 sin x plus cos 5/4 plus cos x plus into plus sin 5/4 sin x. ഇനി അപ്പം ഇത് രണ്ടും മൈനസ് വെട്ടി പോകും. ഇവിടെ ഉള്ളത് വില ഇട്ടാൽ മതി. cos 5/4 എന്ന് പറഞ്ഞാൽ 1/√2 cos x plus 1/√2 cos x equal to 2/√2 cos x. That is equal to √2 cos x equal to R. അപ്പോൾ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, അതുകൂടെ നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 3, sin square 5/6 plus cos square
π/3 minus tan square π/4 is equal to -1/2. മക്കളെ ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ അത് നോക്കിയിട്ട് വർക്കൗട്ട് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ ഈ എക്സാം സ്പെഷ്യലിൽ നമ്മൾ എക്സാമിൻ്റെ എപ്പിസോഡായിട്ട് ഉണ്ടാക്കിയില്ലേ ഈ ലെസൻ്റെ, അതിൽ തന്നെ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാർച്ച് 2021. ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഈ നമ്മുടെ ഐഡിയ ഇങ്ങനെയാണല്ലോ 2025 മുതൽ 2000 വരെയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പം ഇതും കൂടെ ആകുമ്പോഴത്തേക്കും നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഇതും കൂടെ ചെയ്തിട്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഏതാ ഫോർമുലാസ് അപ്ലൈ ചെയ്യുന്ന പ്രൂഫ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പിന്നെ കുറച്ച് ആൻസേഴ്സ് ചോദിക്കാം. പിന്നെ കൺവേർഷൻ ഓഫ് അത് റെയർലി ചോദിക്കുന്നതാണ്, പക്ഷെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് എളുപ്പമാവും. ഓക്കെ, if cos x is equal to 1/2, x in third quadrant, find sin x and tan x. cos 1/2 എന്ന് കാണുമ്പോഴേക്കും നമുക്കറിയാം അല്ലേ, എന്തറിയാം, ആംഗിൾ π/3 ആണ്. ഓക്കെ, നമുക്കിവിടെ ട്രയാങ്കിൾ ഉപയോഗിച്ച് ചെയ്യാം. cos 1/2 എന്ന് പറയുമ്പോഴത്തേക്കും അഡ്ജസൻറ്റ് 1 ഹൈപ്പോറ്റന്യൂസ് 2. അപ്പം ബേസ് എന്ത് വരും എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. ഓപ്പോസിറ്റ് എന്ത് വരും എന്നുള്ളത്, അതായത് 2² - 1² ദാറ്റ് ഇസ് √3 ആണ് ഇവിടുത്തെ വാല്യൂ. അപ്പം sin x എന്ന് പറയുന്നത് √3/2. പിന്നെ ഏതാ വേണ്ടുന്നത്, പിന്നെ തേർഡ് ക്വാർട്ടറിലാകുമ്പോഴത്തേക്ക് നമുക്കറിയാം തേർഡ് ക്വാർട്ടറിൽ എക്സിൻ്റെ തേർഡ് ക്വാർട്ടർ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ cos x തെറ്റാണല്ലോ, -1/3 1/2 അല്ലേ. അപ്പം ഇത് മൈനസ്. tan x എന്ന് പറയുന്നത് ഇറ്റ് ഇസ് √3/1 ദാറ്റ് ഇസ് √3. ഇതും എന്തായിരിക്കും, പ്ലസ് ആയിരിക്കും. ഇത് മൈനസ് ഇത് മൈനസ് ഇത് പ്ലസ്. ഓക്കെ, ലാസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ ആണ്. നമ്മളിനി ഈ എപ്പിസോഡിൽ ഇതും കൂടി ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ലെസണിലേക്ക് മൂവ് ഓൺ ചെയ്യുകയായിരിക്കും. കൂട്ടത്തിന് ഇടയ്ക്ക് ടൈം കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ ഇതിൽ ബാക്കി താഴേക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ അനാലിസിസ് കൂടെ ചെയ്യാം. ഓക്കെ, പ്രൂവ് ദാറ്റ് sin 5x plus sin 3x divided by cos 5x plus cos 3x is equal to tan x. ചെയ്തിട്ടില്ലേ മക്കളെ, നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മനസ്സിലായല്ലോ. അപ്പോൾ എൻ്റെ മക്കൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ഏത് ക്വസ്റ്റ്യൻ എവിടെ നിന്ന് ചോദിച്ചാലും നമ്മൾ ഈ ചെയ്ത മെത്തേഡിന് വരത്തുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ ഇതൊന്ന് ഷുവർ ആക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ലെസണിൽ കാണാം. ഓക്കെ, ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്യാനായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഷോർട്ട്സ് ഇട്ടേക്കാം, ഈ ഫോർമുലാസ് എല്ലാം കൂടെ മറന്നു പോകാതിരിക്കാനേ. ഓക്കെ, എന്തെങ്കിലും എന്തെങ്കിലും ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻ്റ് ഇടുക, ഞാൻ അത് നോക്കിയിട്ട് ഫോളോ അപ്പ് ചെയ്തോളാം. ഓക്കെ, എന്നെ ഡിപ്പെൻഡ് ചെയ്താണ് നിങ്ങൾ പഠിക്കണമെങ്കിൽ ഓക്കെ, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ക്ലിയർ? താങ്ക് യു.